Hi friends, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ സെയിം ലോഗോ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിലെടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. എന്നിട്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കാണും, അതിൽ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിയിൽ ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇനി ടെക്സ്റ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ഫസ്റ്റ് ലെറ്റർ അടിക്കുക. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടി ആണ്. അപ്പോൾ ഞാൻ ടി അടിച്ചിട്ട് ഡൺ കൊടുത്തു. അതേപോലെ തന്നെ ഓക്കെയും കൊടുത്തു. എന്നിട്ട് കുറച്ച് അടിയിലേക്ക് പോകുമ്പോൾ സൈസ് ഉണ്ടാവും. ആ സൈസ് നിങ്ങൾ ഫുള്ളിലിടുക. എന്നിട്ട് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാൻ അപ്പോൾ ഈ കളറാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറെ ലെറ്റർ നിങ്ങളുടെ ചാനലിൻ്റെ രണ്ടാമത്തെ ലെറ്റർ അടിക്കുക. അപ്പോൾ എൻ്റെ ടെക് ബോർഡാണ്, അപ്പോൾ ടി അടിച്ചു. ഇനി ബി അടിക്കണം. ഓക്കെ, അത് അപ്പോൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ബി കൊടുത്തു. ഓക്കെ, ബി കൊടുത്തു. ഇനി ഡൺ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇതേപോലെ തന്നെ സൈസ് ഫുള്ളിലിടുക. പിന്നെ രണ്ടിൻ്റെയും സൈസ് ഈക്വൽ തന്നെ ആക്കണം. പിന്നെ കളേഴ്സിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കളർ തന്നെ ചൂസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി ടീ പകുതി മതി. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിത് കൃത്യം സെൻറ്ററിലേക്ക് ആക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ നേരെ എയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞിട്ട് ഷേപ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുക. ഓക്കെ, കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ മേലെ കുറേ ഷേപ്സിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ സർക്കിളാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ടിക്ക് കൊടുക്കുക. കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ സെൻറ്ററിലാക്കി വയ്ക്കുക. ഓക്കെ, ഓക്കെ, പിന്നെ ഇപ്പോൾ എൻ്റെ ഇത് സെൻറ്ററിലായിട്ടില്ല, നിങ്ങൾ സെൻറ്ററിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എയുടെ സെക്ഷനിലേക്ക് പോവാം. കഴിഞ്ഞിട്ട് ടെക്സ്റ്റിലേക്ക് പോവാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ഫുൾ നെയിം അടിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇനി ടെക് ബോൾഡ് എന്നാണ് ഞാൻ ഇപ്പോൾ അടിക്കണേ. ഡൺ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ സൈസിലേക്ക് പോവാം. സൈസ് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി കളേഴ്സിലേക്ക് പോവാം. നിങ്ങൾ ഇപ്പോൾ ഞാൻ എല്ലാതും ഈ കളർ തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അത് വെറുതെ ഇതാക്കാം. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ മേലെ റൈറ്റ് സൈഡിൽ ഒരു ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സേവ് ടു ഗാലറി മേലെ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമേജ് സേവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ലോഗോ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ തന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.